വർഷത്തിനുള്ളിൽ വാളയാർ പ്രദേശത്ത് മാത്രം പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ജീവനൊടുക്കിയെന്ന ഞെട്ടിക്കുന്ന കണക്കുമായി CBI. വാളയാറിൽ 10 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് പ്രായപൂർത്തിയാകാത്ത 27 പെൺകുട്ടികളെന്ന് CBI റിപ്പോർട്ടിൽ പറയുന്നു. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് CBIയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഇക്കാലയളവിൽ 305 പോക്സോ കേസുകൾ വാളയാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും CBIയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 2012 മുതൽ 2022 വരെയുള്ള കാലയളവിൽ വാളയാറിൽ നിന്നും 18-ൽ താഴെ പ്രായമുള്ള 27 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വാളയാർ കേസിലെ CBI കുറ്റപത്രത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. വാളയാർ പെൺകുട്ടികൾക്ക് സമാനമായി 1996-ൽ 2 സഹോദരികൾ അസാധാരണ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. 17-ഉം 11-ഉം പ്രായമുള്ള സഹോദരിമാരെ 1996 ഫെബ്രുവരി 22-ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ രക്തത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തിയിരുന്നു. 101 പേജ് വരുന്ന കുറ്റപത്രമാണ് വാളയാർ പെൺകുട്ടികളുടെ കേസിൽ CBI കോടതിയിൽ സമർപ്പിച്ചത്. 2010 മുതൽ 2023 വരെയുള്ള കാലയളവിൽ തൂങ്ങി മരിച്ച 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്കും CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിന്റെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വാളയാർ കേസന്വേഷണത്തിന്റെ ഭാഗമായ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വാളയാർ ഭാഗത്തെ നിരവധി ആളുകൾ പാവങ്ങളും നിരക്ഷരരാണെന്നും നിയമപരമായ കാര്യങ്ങൾ അറിയില്ലെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലെ ഭൂരിപക്ഷം ആളുകളും പാവങ്ങളും നിരക്ഷരരുമാണ്. അവർ കുട്ടികളിൽ വലിയ ശ്രദ്ധ നൽകുന്നില്ല. കുട്ടികൾക്കുള്ള നിയമപരമായ സുരക്ഷ അവർക്ക് അറിയില്ല. നിയമലംഘനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അറിയില്ല. പ്രായപൂർത്തിയാകാത്ത 1-2 പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം 2-2.5 വർഷത്തിന് ശേഷമാണ് പുറത്തു വന്നത്. വാളയാർ കേസിനെ ചൊല്ലിയുള്ള മുറവിളികളാണ് ഏതാനും വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന കേസുകൾ പുറത്തുവരാൻ കാരണമായതെന്നും ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നുണ്ട്. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ അടുത്തിടെയാണ് മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI എറണാകുളം CBI കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ മാതാവിനെതിരെ കുറ്റപത്രത്തിൽ ഉന്നയിക്കുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ്. കുട്ടികളെ മരണത്തിലേക്ക് നയിച്ചതിന്റെ മുഖ്യ ഉത്തരവാദികൾ മാതാപിതാക്കളാണെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു. പീഡന വിവരം മറച്ചുവെച്ചുവെന്നും പീഡനം യഥാസമയം പോലീസിനെ അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 2017 ജനുവരി 7-ന് 13 വയസ്സുകാരിയെയും മാർച്ച് 4-ന് സഹോദരിയെയും ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിലെ 1-ാം പ്രതിക്ക് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള അവസരം ആവർത്തിച്ചൊരുക്കിയെന്നും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചും കുട്ടികളെ പ്രതികൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രം പറയുന്നു. 13 വയസ്സുകാരിയുടെ മരണത്തിലെ ഏക ദൃക്സാക്ഷി കൂടിയായിരുന്നു പിന്നീട് മരിച്ച ഇളയ സഹോദരി. 2 ആഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്.